വിശുദ്ധ ഖുർആനിലൂടെ അവരോട് മദ്യപാനം നിർത്തേണമേ, ലഹരി ഉപയോഗിക്കരുതേ, മയക്കുമരുന്ന് ഉപയോഗിക്കരുതേ എന്ന ഒരു സൂചനയല്ല, വ്യക്തമായ ഖുർആനിന്റെ നിർദ്ദേശം വന്നപ്പോഴേ സൂറത്തുൽ മാഇദയിലാണത്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു الشൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാഅ ഫിൽ ഖംറി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാഹ് ഫഹൽ അൻതും മുൻതഹൂൻ. തീർച്ചയായും മനുഷ്യരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന മദ്യം, ലഹരി, ബുദ്ധിയെ മറച്ചുകളയുന്നത്, നിങ്ങളെ മത്ത് പിടിപ്പിക്കുന്നത്, ഒരൽപ്പ നേരത്തേക്കെങ്കിലും സ്വബോധം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്നതെല്ലാം എല്ലാ മുസ്കിറുകളും, എല്ലാ ഇൻടോക്സിക്കൻസ്, എല്ലാ ലഹരി പരത്തുന്ന സാധനങ്ങൾ. കുല്ലു മുസ്കിരിൻ ഹറാം വമാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. ഏതൊരു സാധനം കുറച്ചുപയോഗിച്ചാൽ നിങ്ങൾക്ക് മത്ത് വരുമോ, നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുന്നുണ്ടോ, അത് കൂടുതൽ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കുറച്ചുപയോഗിക്കലും ഹറാമ് തന്നെ. പിന്നെ അവിടെ ചോദ്യമല്ല, നാം തൊട്ട് നോക്കാൻ പറ്റുമോ, ഒന്ന് നാവിൽ വെച്ച് നോക്കാൻ പറ്റുമോ? പറ്റില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വലമ്മാ നാദൽ മുനാദി ഫിൽ മദീന, മദീനയുടെ തെരുവുകളിലൂടെ ഒരു സ്വഹാബി വിളിച്ചു പറയുകയായിരുന്നു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. അറിയണേ കച്ചവടക്കാരെ അറിയണേ, മദ്യം അല്ലാഹു നിരോധിച്ചിരിക്കുകയാണ്. ഈ ഒരു വർത്തമാനം ഹദീസ് നിബിതങ്ങൾ ഓതി കേൾപ്പിച്ചതല്ല അവർക്ക്, നിബിതങ്ങൾ അവിടുത്തെ സ്വഹാബികൾക്ക് ഓതി കേൾപ്പിച്ചു. അപ്പോഴേക്കും ആ വിവരവുമായി മദീനയുടെ അങ്ങാടികളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബിമാർ വിളിച്ചു പറഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോ സാറ അന്നാസു ഇലാ ജറാരിൽ ഖംർ, മദ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പിടാവുകൾ, ഭരണികൾ, ആ ഭരണികളിലേക്ക് ചെല്ലുകയും ഫകസറുഹാ, അവരത് ഉടച്ച് തകർക്കുകയാണ് ചെയ്തത്. ഈ മദ്യം എത്ര കാശിനുള്ളതാണ്, എത്ര ലാഭം കിട്ടാനുള്ളതാണ്, കച്ചവടത്തിന്റെ നഷ്ടം എത്രയാണ്, ഇതൊന്നും അവർ നോക്കിയിട്ടില്ല. അല്ലാഹുവിന് വേണ്ടേ, പിന്നെ ഞങ്ങൾക്ക് വേണ്ട. അതാണ് ഈമാൻ. പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ടോ, വെറുതെ കിട്ടോ, ഫ്രീ കിട്ടോ, ഡിസ്കൗണ്ടിന് കിട്ടോ, ഇതല്ല മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു ആളുകൾക്ക് മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് മുന്തിരിച്ചാറിൽ നിന്നവരും ലഹരി ഉണ്ടാക്കുമായിരുന്നു. വമിൻ സമറാത്തിൻ നഖീലി വൽ അനാബ് തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസനാ. ഈത്തപ്പഴം മധുരമുള്ള മുന്തിരി, അതിൽ നിന്നെല്ലാം നല്ല ഭക്ഷണങ്ങളും കൂട്ടത്തിൽ ലഹരിയും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ ഇടപെടൽ. ആ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നാദാ മുനാദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിയുമായി വന്ന ഹബീബായ നബി തങ്ങളുടെ അറിവുമായി വിളിച്ചു പറയാൻ വന്ന ഒരാൾ, അലാ ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്. ഗ്ലാസിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കെ മദീനയിലെ മുതലാളിമാർ അതൊന്ന് ചുണ്ടിലേക്ക് വെക്കുക പോലും ചെയ്യാതെ, റമളാനിൽ വാങ്ക് വിളിക്കുമ്പോൾ അത്താഴത്തിന്റെ സമയം തീർന്നു എന്ന് പറയുമ്പോൾ വായിൽ വെച്ചത് ഇറക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ, അതുപോലും പറ്റില്ല. എന്നാലും മനുഷ്യന് തോന്നിപ്പോകും അതങ്ങ് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ലല്ലോ. സ്വഹാബിമാർ ലഹരിയുടെ വിഷയത്തിൽ അത് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിറങ്ങുമ്പോൾ അവർ മുഴുവനായും അത് ഒഴിക്കുകയാണുണ്ടായത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിറങ്ങിയപ്പോൾ ഹത്താ ജറത് ഫീ സികകിൽ മദീനതി വതുർഖാതിഹാ, മദീനയുടെ വഴികളിലും ഓരങ്ങളിലും മദ്യം ഒഴുകിക്കിടക്കുകയായിരുന്നു. അവർക്ക് പ്രശ്നം തോന്നിയില്ല. കച്ചവടമല്ലേ, ലഹരി നിരോധിക്കുമ്പോൾ, മദ്യം നിരോധിക്കുമ്പോൾ സമരം കാണും.
ചെത്തു തൊഴിലാളികളുടേത് അല്ലാത്തവരുടേത്. വരുമാനത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ജോലി നഷ്ടപ്പെടില്ലേ? സ്വഹാബിമാർ ഒരാളും അവരുടെ വരുമാനത്തെക്കുറിച്ച് അവിടെ ആലോചിച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആയത്ത് കേട്ട് ആദ്യം പറഞ്ഞത്, നബിയേ, അല്ലാഹു ഞങ്ങളോട് നിർത്തുന്നില്ലേ എന്ന് ചോദിച്ചല്ലോ. ഇൻതഹൈന, ഞങ്ങൾ നിർത്തി നബിയേ, ഞങ്ങൾ നിർത്തി. അതാണ് യഖീൻ. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. പുണ്യ നബിയോട് അല്ലാഹു തആല ആഹ്വാനം ചെയ്യുകയാണ്, അല്ലാഹുവിൻ്റെ ഹബീബേ, ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. മുസ്ലിമച്ചുകളായ എല്ലാ പെൺകുട്ടികളും, പ്രായപൂർത്തിയാവാനടുത്തവർ, വിവേകവും ബുദ്ധിയുമായ മക്കളെ, പെൺകുട്ടികളെ, പെണ്ണുങ്ങളെ, അവർ നിർബന്ധമായും അവരുടെ മുഖം മറക്കണം. അല്ലെങ്കിൽ മുഖമക്കനെ മറക്കുന്ന വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കേണ്ടതാണ് എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ എന്ന് പറഞ്ഞാൽ അവരുടെ മുഖമക്കന ഉപയോഗിക്കുന്ന അതേ വസ്ത്രം കൊണ്ട് തന്നെ അവരുടെ നെഞ്ചും മറക്കണം എന്ന് അല്ലാഹുവിൻ്റെ ആയത്തിറങ്ങിയപ്പോൾ മുഹാജിറുകളും അൻസാരികളുമായ പെണ്ണുങ്ങൾ ഓടിച്ചെല്ലുകയാണ്. അവർക്കങ്ങനെ ഒരു മുഖമക്കന നീളമുള്ളത് കിട്ടുമായിരുന്നില്ല. അന്ന് പുതപ്പുകളും വിരിപ്പുകളും തുണിക്കഷ്ണങ്ങളും എടുത്തിട്ട് അവരുടനെ അണിയുകയാണ്. ഹബീബായ നബി തങ്ങളോട് അല്ലാഹു അറിയിച്ചു കൊടുത്ത പോലെ ഫഖ്തമറുന ബിഹാ, അച്ചടക്കമുള്ള വിധത്തിൽ അവർ വസ്ത്രവിധാനം ചെയ്തു. ഇമാം ബുഖാരി തങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഖുറൈശി പെണ്ണുങ്ങൾ മഹത്വമുള്ളവർ തന്നെയാണെങ്കിൽ തന്നെയും അള്ളാഹുവിൻ്റെ ദീനിനോട് ഇത്രമേൽ പ്രതിബദ്ധത കാണിച്ച പെണ്ണുങ്ങൾ അൻസ്വാരി പെണ്ണുങ്ങളാണ്, മദീനയിലെ പെണ്ണുങ്ങളാണ്. അവരാരും കാത്തു നിന്നില്ല, ഞങ്ങൾക്ക് ഒരു മുഖമക്കന വലുത് വരട്ടെ, അങ്ങാടിയിൽ മാർക്കറ്റിൽ അത് ഇറങ്ങട്ടെ, ഞങ്ങളുടെ ടൈലറൊന്ന് തുന്നിത്തരട്ടെ എന്നൊന്നും കാത്തിരിക്കാതെ കിട്ടിയ വസ്ത്രം കൊണ്ട് അവരുടെ നെഞ്ചും ഒരുമിച്ച് മറക്കുന്ന വിധമാണ് അവർ വസ്ത്രവിധാനം ചെയ്തത്. ഇത് അല്ലാഹുവിൻ്റെ വിവരത്തിൽ, അല്ലാഹു നൽകുന്ന അറിവിൽ പിന്നെ ചോദ്യം ചെയ്യാതെയുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകരിക്കലാണ്. ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ നമ്മൾ രക്ഷപ്പെടും. ഇതില്ല, നമ്മൾ കുറേ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒന്നും അല്ലാഹുവിൻ്റെ അടുത്ത് പുല്ല് വില ഉണ്ടാവില്ല. നമ്മൾ ഈ ചിന്താബോധമൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ ഖൽബിനുള്ളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള യഖീൻ എത്രയാണ്? വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുകയായിരുന്നു ഹബീബായ നബി 17 മാസത്തോളം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയേ, ആകാശത്തേക്ക് കണ്ണുയർത്തി നിങ്ങൾ കാത്തി നിൽക്കുന്നത് അല്ലാഹു കാണുന്നുണ്ട് നബിയേ. അവിടുത്തെ വല്ലിപ്പയായ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈൽ അലൈഹിസ്സലാം, നമ്മുടെ ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്ലിപ്പയാണ് ഇസ്മാഈൽ നബി. അവരുടെ ഉപ്പയല്ലേ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോൾ അവിടുത്തെ വല്ലിപ്പയും മോനും ഉണ്ടാക്കിയ മസ്ജിദുൽ ഹറാമിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന വിശുദ്ധമായ കഅബാലയം, ആ കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. അത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകാ. ഈ ഭൂമിയിൽ ആദ്യമായി അല്ലാഹുവിനെ നിസ്കരിക്കാൻ പണിയപ്പെട്ട ആദ്യത്തെ വീടല്ലയോ, ആദ്യത്തെ മസ്ജിദല്ലയോ കഅബ? ഭൂമിയിലെ ആദ്യത്തെ മസ്ജിദ്. അവിടേക്ക് എനിക്കൊന്ന് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന് ഹബീബായ നബിക്ക് ആഗ്രഹമുണ്ട് മനസ്സിൽ. പക്ഷെ അല്ലാഹു ആഹ്വാനം ചെയ്തത് മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലേക്ക്, മദീനയിൽ നിന്നുള്ള വടക്ക് പടിഞ്ഞാറിലേക്ക് തിരിയാനാണ്. അങ്ങനെ ഹബീബായ നബി കാത്തിരിക്കുമായിരുന്നു. എപ്പോഴാണോ ഖിബില മാറ്റം, കഅബയിലേക്ക് തിരിക്കണം എന്ന് അല്ലാഹു പറയുന്ന വിവരവുമായി ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നത് എന്ന് ആകാശത്തേക്ക് നോക്കി നബി തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക്. അങ്ങയുടെ മുഖം ആകാശത്തേക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുന്നത്. ഫിസ്സമാ, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നുണ്ടോ
ഇനി കഅബയിലേക്ക് തിരിഞ്ഞോളൂ നബിയേ എന്ന് പറയുന്ന ആഹ്വാനം എപ്പോഴാണ് വരുന്നത് എന്ന് വഹിയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന നോട്ടം അല്ലാഹു കാണുന്നുണ്ട് നബിയേ. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, അങ്ങയുടെ പരിശുദ്ധമായ വജ്ഹ്, അങ്ങയുടെ മുഖം ഇനി ഇതാ അങ്ങും മുസ്ലിമീങ്ങളും കഅബയിലേക്കാണ് തിരിയേണ്ടത്. ആ വിവരം ഹബീബായ നബി തങ്ങൾക്ക് വന്നു, വഹി വന്നു. സ്വഹാബിമാർ മസ്ജിദുൽ ഖിബ്ലതൈനിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖിബ്ലതൈൻ മദീനയിൽ പോയ മുഴുവൻ ആളുകളും സന്ദർശിക്കാറുണ്ടല്ലോ. രണ്ട് ഖിബ്ലയിലേക്ക് നിന്ന പള്ളിയാണത്. ഒരു ഭാഗം വടക്കിലേക്കാണ് ഖിബ്ല, കഅബ കിടക്കുന്ന തെക്കിലേക്കാണ്, നേരെ ഓപ്പോസിറ്റ്. അസ്ർ നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലാണ് സ്വഹാബിമാർക്ക് വിവരം കിട്ടുന്നത് കഅബാലയത്തിലേക്ക് മുഖം തിരിക്കാൻ അല്ലാഹുവിൻ്റെ റസൂലിന് വഹി വന്നിരിക്കുന്നു. അവരാരും പറഞ്ഞില്ല, എന്നാൽ അസ്റങ്ങ് കഴിഞ്ഞോട്ടെ, മഗ്രിബ് മുതലാവാം. കാരണം ഒന്നാകെ തിരിയണ്ടേ. ഇങ്ങോട്ട് റുക്വയിൽ കിടക്കുന്ന മുഅ്മിൻ നേരെ തിരിയണം തെക്ക് ഭാഗത്തേക്ക്. മക്ക തെക്കിലാണ്, മസ്ജിദുൽ അഖ്സ ജെറൂസലേം വടക്കിലാണ്. വടക്കിലേക്ക് തിരിഞ്ഞു നിന്ന സ്വഹാബിമാർ തെക്കിലേക്ക് തിരിയ, ഇമാമ ബാക്കിലും മുഅ്മിനീങ്ങൾ മുമ്പിലോ. അപ്പോൾ 2 റക്അത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോൾ പോലും ഒരു സ്വഹാബിയോ ഒരാളും അക്കൂട്ടത്തിൽ എനിക്കിത് ചെയ്യാൻ നേരായില്ലെന്നോ ഇപ്പൊ പറ്റില്ലെന്നോ ഇത് പ്രയാസമാണെന്നോ പറഞ്ഞ് മാറി നിന്നില്ല. എല്ലാവരും കഅബയിലേക്ക് തിരിയുകയാണുണ്ടായത്. റുക്കൂഇന്റെ നൃത്തത്തിൽ, റുക്കൂഇൽ നിന്ന് തിരിഞ്ഞു നോക്കി വലിയ തല പിന്നും ചിലപ്പോൾ. ആ ഒരൊറ്റ നൃത്തത്തിൽ വടക്കിൽ നിന്ന് തെക്കിലേക്ക് തിരിയാണ്, കഅബാലയത്തിലേക്ക്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വന്നു, എന്നാൽ പിന്നെ ചോദ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ സ്വർണത്തിന്റെ മോതിരം കാണുന്നു. സ്വർണത്തിന്റെ മോതിരം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അത് കയ്യിൽ നിന്ന് ഊരിയിട്ട്, വെള്ളിയുടെ മോതിരം അത് സുന്നത്താണ്, നിങ്ങൾ കണിയാം. പക്ഷേ സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണല്ലോ. യഅമിദു അഹദുകും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയളഉഹാ ഫീ യദിഹി. നിങ്ങളിൽ ചില ആളുകൾ നരകത്തിന്റെ തീക്കനൽ കയ്യിൽ വെച്ച് കൊണ്ടിരിക്കുകയാണോ, കഴുത്തിൽ ചാർത്തുകയാണോ? സ്വർണ്ണമാല അണിഞ്ഞാൽ അതാണ് അവസ്ഥ. നരകത്തിന്റെ ഒരു തീ കഴുത്തിൽ അണിയുന്ന പോലെ. സ്വർണത്തിന്റെ മോതിരമാണെങ്കിൽ നരകത്തിന്റെ മോതിരം കയ്യിലണിഞ്ഞ പോലെ. അവിടെന്ന് പറഞ്ഞു, ഇത് പുരുഷന്മാർക്ക് അല്ലാഹു ഹറാമാക്കിയതാണ്. കാരണം എന്താ നമുക്കറിയില്ല, നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. പുണ്യനബി വേണ്ടെന്ന് പറഞ്ഞാൽ ഖലാസ്, ഇതാണ് നമ്മുടെ അഖീദ. ആ സ്വഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം ഹബീബായ നബി തങ്ങൾ എടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ആളുകൾ പറഞ്ഞു, ഖുദ് ഖാതമക ഇൻസഫഅ ബി. കയ്യിൽ അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ആ മോതിരം കൊണ്ടുപോയി വിറ്റാ കാശ് കിട്ടൂലേ, നീ ആ മോതിരം എടുത്ത് പോയിക്കോ, തങ്ങൾ പോയില്ലേ എന്ന് കൂടെയുള്ള കൂട്ടുകാര് പറഞ്ഞപ്പോ, فما مرت علي ليلة منذ سمعت رسول الله صلى الله عليه وسلم. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഞാനത് ചെയ്യില്ല. ലാ വല്ലാഹ് ലാ ആഖുദുഹു അബദൻ വഖദ് തറഹഹു റസൂലുള്ളാഹ്. നബി തങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഊരിയെറിഞ്ഞത് ഇനി ഞാൻ എടുക്കൂല. അതെടുത്തു വേണേ വിൽക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും എൻ്റെ റസൂൽ എൻ്റെ കയ്യിൽ നിന്ന് ഊരി വാങ്ങി എറിഞ്ഞില്ലേ, അത് ഞാൻ തൊടില്ല. എനിക്കത് വേണ്ട. വേണ്ടവരെടുത്തോട്ടെ, എനിക്കത് വേണ്ട. ഇങ്ങനെ തോന്നണമെങ്കിൽ എത്ര ഈമാൻ വേണം മുഅ്മിനെ, എത്ര ഈമാൻ വേണം. കാരണം കയ്യിലെ ഒരു മോതിരം സ്വർണ്ണല്ലേ, അത് അണിയണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അത് കൊണ്ടുപോയി വിൽക്കാം, മക്കൾക്ക് എന്തെങ്കിലും ആഭരണമാക്കി കൊടുക്കുക, അതൊക്കെ ചെയ്യാലോ. പക്ഷേ നബി തങ്ങൾ എറിഞ്ഞതല്ലേ, എനിക്കത് വേണ്ട. ഇതാണ് ഹബീബായ നബി തങ്ങളും അല്ലാഹും പറഞ്ഞതിനെ മനസാ വാച അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനാണ് യഖീൻ എന്ന് പറയുന്നത്. ഇതുണ്ടെങ്കിലേ ഉമ്മത്ത് രക്ഷപ്പെടൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാബിർ ബിൻ സുലൈം റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, നബിയേ യഅഹദ് ഇലയ്യ യാ റസൂലല്ലാഹ്, നബിയെ എനിക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരയണമേ. അവരാ ചോദിച്ചതേ അല്ലാഹു ചോദിപ്പിച്ചതാണ്.
ആ കിട്ടിയ ഉത്തരം എനിക്കും നിങ്ങൾക്കും ഈ ഉമ്മത്തിലെ ഓരോരുത്തർക്കുമായി അള്ളാഹു നൽകുന്ന ഉത്തരമാണ്. തങ്ങളോട് ഒരാൾ ചോദിക്കുക, അയാൾക്ക് മാത്രമല്ല, അത് മാത്രമായി ഖാസാണ് എന്ന് വേറെ ദലീൽ കൊണ്ട് തെളിയണം, അല്ലെങ്കിൽ അത് ആമാണ്. എന്ന് നബി തങ്ങളോട്, നബിയെ എനിക്ക് ഒരു ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തരൂ നബിയേ. തങ്ങൾ പറഞ്ഞെന്താണെന്നറിയോ? ലാ തസുബ്ബന്ന അഹദാ, ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും മോശപ്പെടുത്തി പറയരുത്. ലാ തസുബ്ബന്ന അഹദാ. അദ്ദേഹം പറയാണ്, ഫമാ സബബ്തു ബഅദഹു ഹുർറൻ വലാ അബ്ദൻ വലാ ബഈറൻ വലാ ഷാ. പുണ്യനബി ആരെയും ചീത്ത പറയരുത്, ഒന്നിനെയും ചീത്ത പറയരുത് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു അടിമയെയോ അടിമയല്ലാത്ത സ്വതന്ത്രനായ മനുഷ്യനെയോ ഒരു ഒട്ടകത്തെയോ ആടിനെ പോലും ഞാൻ ചീത്ത പറഞ്ഞിട്ടില്ല. അത് ഒന്നിനെന്ന് പറഞ്ഞത് പെട്ടല്ലോ. വാഹനം, ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാവുന്ന ബൈക്കിനെ 4 ചീത്ത വിളിക്കുക. അന്നത്തെ ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ വാഹനമാണ്, ആടവരുടെ വരുമാനമാണ്.